അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വായനാശീലം എങ്ങനെ വളർത്താമെന്നാണ്. നമ്മൾക്ക് നിത്യജീവിതത്തിൽ ഒരു ഭാഗമാക്കേണ്ടതാണ് വായന എന്ന് നമ്മൾക്കറിയാലോ. വായിക്കുമ്പോഴാണ് നമ്മൾക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നതും പുതിയ പുതിയ വാക്കുകൾ കിട്ടുന്നതും പുതിയ അറിവുകൾ കിട്ടുന്നതും എല്ലാം വായിൽ നിന്നാണല്ലോ. നമ്മൾക്കറിയാം, ആദ്യം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് ഇഖ്റാഉ എന്നുവെച്ചാൽ വായിക്കുക എന്നാണെന്നാണല്ലോ. വായിക്കുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് പുതിയ അറിവുകളും പുതിയ കാര്യങ്ങളും പുതിയ വേർഡുകളും എല്ലാം നമുക്ക് ലഭിക്കും. അത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഒരു ബുക്ക് എടുക്കുകയാണ് വേണ്ടിയത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്ക് ആദ്യം നമ്മൾ എടുക്കണം. അതിനുശേഷം ഒരു ടൈം ടേബിൾ കണക്ക്, ഒരു 2 ദിവസമോ 3 ദിവസമോ കണക്കിൽ ആ ബുക്ക് എത്ര പെട്ടെന്ന് വായിച്ച് തീർക്കാം എന്നുള്ള ലക്ഷ്യമാണ് അടുത്തത് വേണ്ടിയത്. എന്നാലാണ് നമ്മൾക്ക് കുറച്ചും കൂടി വായിക്കാൻ, കുറച്ചും കൂടി മനസ്സിലാക്കാനും വായിച്ച് എടുക്കാനും പറ്റുകയുള്ളൂ. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ഇഷ്ടപ്പെട്ട ബുക്ക്, നമ്മൾക്ക് വായിക്കാൻ താല്പര്യമുള്ളൊരു ബുക്ക് എടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അത് ഒരു 1-2 ദിവസത്തിനുള്ളിൽ വായിച്ച് തീർക്കാനും ശ്രമിക്കുക. പിന്നെ ന്യൂസ് പേപ്പറുകളൊക്കെ ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പറുകളൊക്കെ നമ്മളെ കയ്യിൽ കിട്ടുമെന്നെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുന്നത് ശീലമാക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ ലോക വിവരങ്ങളും കുറേ കാഴ്ചപ്പാടുകളും കുറേ സ്ഥലത്ത് നടക്കുന്ന ദുരന്തങ്ങളോ കുറേ കാര്യങ്ങളും ലോക വിവരങ്ങളും എല്ലാം അതിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെയാണ് നിങ്ങൾ വായനാശീലം വർദ്ധിപ്പിക്കേണ്ടത്. വായനാശീലം വർദ്ധിപ്പിക്കുന്നതിന് കുറേ നല്ല കാര്യങ്ങൾ നമ്മളെ കയ്യിൽ നിന്നുണ്ടാവും. പെട്ടെന്ന് ഒരാൾ നമ്മളെ സ്റ്റേജിലേക്ക് വിളിച്ച് ഒരു കാര്യത്തിനെക്കുറിച്ച് പറയാനും പറ്റുമെങ്കിൽ നമ്മൾക്ക് ആ കാര്യത്തെക്കുറിച്ച് അറിയണമല്ലോ. അങ്ങനെ അറിയണമെങ്കിൽ നമ്മൾ വായിക്കണം. നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കി അത് പഠിക്കുകയും വേണമല്ലോ. അത് കാരണം വായനാശീലം നമ്മൾ വർദ്ധിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ നിങ്ങൾ പുതിയ പുതിയ വാക്കുകളൊക്കെ കിട്ടുമ്പോൾ ഒരു നോട്ട് പാഡിൽ എഴുതി കുറിച്ച് അത് പഠിക്കുന്നതും ഏറ്റവും വായനാശീലയുടെ ഒരു ഭാഗമാണ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ. പിന്നെ ഏറ്റവും ആദ്യം അറിയേണ്ട കാര്യം, നമ്മൾക്ക് ഇഷ്ടമുള്ള ബുക്ക് ഏതാണ് വായിക്കാൻ താല്പര്യം, ഏത് വിഷയമാണോ വായിക്കാൻ താല്പര്യം, അതാണ് നമ്മൾ എടുക്കേണ്ടത്, അതാണ് നമ്മൾ എടുത്തു വായിക്കേണ്ടത്. അല്ലാതെ ഇഷ്ടപ്പെടാത്തൊരു ബുക്ക് എടുത്ത് വായിച്ചാലോ ഇഷ്ടപ്പെടാത്തതെങ്കിലും വായിച്ചാലോ നമ്മൾക്ക് അത് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയത്തില്ല. അത് നമ്മൾ ആകെ ഒരു ചടച്ചു കൂടും, വായിക്കാനൊരു ഇൻട്രസ്റ്റും തോന്നില്ല. ഇഷ്ടപ്പെട്ട ബുക്കൊക്കെ കണ്ടുപിടിച്ച് തിരഞ്ഞ് എത്ര പെട്ടെന്നോ വായിച്ച് തീർക്കാൻ പറ്റുമോ അത്ര പെട്ടെന്ന് വായിച്ച് തീർക്കുക. എന്നാൽ അടുത്ത ബുക്ക് എടുത്ത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ച് തുടങ്ങിയാൽ നമ്മൾക്ക് വായനാശീലയിലൊരു ലഭിക്കും. ഇത്ര പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു.